അപ്പോൾ നമ്മൾ ഇന്ന് ഓണത്തിൻ്റെ തലേദിവസം എന്താണ് ഞാനും സന്ദീപും എന്താണ് അവിടെ നിന്ന് മുടി ചെയ്യുന്ന ജൂവിനും കൂടെ എറണാകുളം വരെ വന്നതാണ്. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമായപ്പോൾ ഇവന് കുറേയധികം ബോണസ് ഉണ്ടൊക്കെ CSB ബാങ്കിൽ നിന്ന് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആശാൻ പുതിയൊരു കാർ എടുക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ Cars24 കുറച്ച് വീഡിയോസ് ചെയ്തായിരുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് ഇവിടെ വന്ന് ഈ ആടൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അവിടെ കുറച്ചും കൂടെ പുതിയ ഇൻവെൻട്രീസ് വന്നിട്ടുണ്ട്, കുറേയധികം സ്റ്റോക്ക് ഓണം പ്രമാണിച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സന്ദീപും കൂടെ എന്തോർത്തു, ഇവിടെ വന്ന് നമുക്കൊന്ന് കാർ നോക്കാമെന്ന് ഓർത്തു. എടാ ഏകദേശം എത്ര ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണ്? ഒരു 10 ലക്ഷം രൂപ വരുന്ന നല്ല കാറുകളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ആ ഒരു റേറ്റ് വരുന്ന ഒരു 3-4 കാർ ഞങ്ങൾ കണ്ട് ഇവിടുന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നിങ്ങൾക്കും കാണിച്ചു തരാം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തേക്കുന്ന 2 വണ്ടി ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോണ്ടയുടെയാണ്. ഒന്നര അമേസും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടെ പഴയൊരു സിറ്റിയും ഉണ്ട്. ഇതൊക്കെ ഇവൻ്റെ ബഡ്ജറ്റിൽ വരുന്നതാണ്. ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ പറയാം, നിങ്ങളത് കേൾക്കുമ്പോൾ ഞെട്ടും. ഹോണ്ടയോട് ഇവന് പണ്ടേ ഒരു പ്രിയമുണ്ട്. ഇവൻ മറ്റേ പല കൂട്ടുകാർക്കും അന്ന് കാലം തൊട്ട് എടുപ്പിച്ച് കൊടുത്തിട്ടുള്ള വണ്ടിയാണ് ഹോണ്ട, അല്ലേ? ഹോണ്ട അമേസ്. ആ കൂട്ടുകാരനെ ഇവിടെ സ്മരിക്കുന്നോ? തീർച്ചയായിട്ടും. പുള്ളിക്ക് ഇന്നൊരു എനർജി ഇല്ല. പുള്ളിക്ക് ഇന്ന് വീഡിയോക്കകത്ത് കയറിയപ്പോൾ പണ്ടത്തെ കുറച്ചും കൊണ്ട് സെറ്റ് ആവണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടുത്താവുന്നത് ഇതൊരു അമേസാണ്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഹോണ്ട സിറ്റി ഇവനൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 2015 മോഡൽ ഹോണ്ട സിറ്റിയാണ്. ഇത് 77,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഈ സാധനം വരുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാം. നല്ല സിബിൽ സ്കോർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇവൻ എന്താണെങ്കിലും കാണും, ബാങ്കിൻ്റെ മാനേജറാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 10,500 രൂപ മാത്രമേ ഇതിന് EMI വരുന്നുള്ളൂ. 0 ഡൗൺ പേയ്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ, അതായത് നല്ല സിബിൽ സ്കോർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിടക്കുന്ന വണ്ടി വെറും 10,000 രൂപ മാസം അടച്ചാൽ 6 മാസത്തേക്കുള്ള EMI ആണ് വരുന്നത്. പിന്നെ ഇവൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പലയിടത്തും പല പ്രോബ്ലംസും പലരും ഫേസ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അതായത് പല ഡീലേഴ്സും നിങ്ങൾക്ക് തരുന്ന വണ്ടികളെന്ന് പറയുന്നത് പല രീതിയിൽ പ്രശ്നങ്ങളുള്ള വണ്ടികളായിരിക്കും. പക്ഷേ Cars24 പോലത്തെ ബ്രാൻഡ്സ് വരുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരത്തില്ല. അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇവരൊരു 140+ ടെസ്റ്റ് പോയിൻറ്റ് നോക്കിയിട്ട് മാത്രമേ വണ്ടികൾ എടുക്കത്തുള്ളൂ. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ സന്ദീപ് നീ ഇപ്പോൾ ഈ വണ്ടി എടുത്തെന്ന് ഓർത്തോ, നീ വീട്ടിൽ കൊണ്ട് ഒരു 7 ദിവസം നീ ഉപയോഗിച്ചു, ഏതാണ്ട് 5 കിലോമീറ്റർ ലിമിറ്റ് കൂടി ഉണ്ട് അവർക്ക്. നിനക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു റീറ്റേൺ പോളിസി വരുന്നുണ്ട്. വണ്ടി എനിക്ക് റിട്ടേൺ ചെയ്യാം, നിനക്ക് വണ്ടി തിരിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഇവരുടെ വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ക്യാഷ് ആണെങ്കിൽ അതിന് അവർ റീഫണ്ട് തരാനുള്ള പോളിസിയും അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ ഒരു ബ്രാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഉടായ്പ വണ്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ആണ് അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിക്കും 1 മാസത്തേക്കുള്ള കോംപ്രിഹെൻസീവ് വാറണ്ടി വരുന്നുണ്ട്. അതായത് 1 മാസത്തേക്ക് കംപ്ലീറ്റ്ലി വാറണ്ടി കമ്പനി തരുന്നുണ്ടാവും. ഇനി നിനക്കിപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ up to 3 years വരെ എടുക്കാനുള്ള പ്രൊവിഷനും തന്നെ ഇവിടെ തരുന്നുണ്ട്. നല്ല സിബിൽ സ്കോർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ ദിവസം തന്നെ വണ്ടി ഡെലിവറിക്കുള്ള ഓപ്ഷൻ വരുന്നത്. അന്ന് തന്നെ ലോൺ അപ്രൂവ് ആണ്, അന്ന് തന്നെ തന്നുവിടും. ഇതേപോലെ ഫുൾ പൈസ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കൊടുക്കുക വണ്ടി എടുക്കുക പോകുക എന്നുള്ളൊരു കേസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫുൾ പൈസ അങ്ങനെ 10 ലക്ഷം കയ്യിലുണ്ടോ അതോ ഡൗൺ പേയ്മെൻറ്റ് എടുക്കാനാണോ? പേയ്മെൻറ്റ് എടുക്കാനാണ്. അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനാണ്. എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ഇതിന് ശരിക്കും പറയുന്നത് അതായത് 4,75,000 രൂപ ഉള്ളൂ കേട്ടോ. ഞാൻ EMI പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ 4.79 lakhs മാത്രമേ ഇതിന് വരുന്നുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണൽ വണ്ടിയാണ്, മാനുവലാണ് വരുന്നത്. എന്താണെങ്കിലും ഈ വണ്ടി നോക്കണമെങ്കിൽ നോക്കാം. നമുക്ക് ഇതിനേക്കാളും ഒരു പുതിയ വണ്ടി നോക്കിയാലോ? പുതിയ വണ്ടി ഇവനിതിപ്പോൾ അഭിനയിച്ച കേട്ടോ ഗൈസ്, നമ്മളിത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഞങ്ങൾ നേരത്തെ തന്നെ താണ്ട് എൻ്റെ കയ്യിൽ 2 കീ ഉണ്ട്, ഇവനത് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ രണ്ടാമത് നോക്കിയതാണ് ഈ കിടക്കുന്ന ഹോണ്ട അമേസ് എന്ന് പറയുന്നത്. ഇതിവൻ പറഞ്ഞാൽ പുതിയ വണ്ടി 2023 മോഡലാണ്, ഓട്ടോമാറ്റിക് ആണ്. ഇനിയിപ്പോൾ നിനക്ക് ഓട്ടോമാറ്റിക് നീ ഏത് നോക്കുന്നത്, ഓട്ടോമാറ്റിക് ആണോ മാനുവലാണോ? മാനുവൽ മതി. ആണോ, നീ ഓട്ടോമാറ്റിക് കൂടെ നോക്കിയിട്ട് പോയാൽ മതി. ഇത് 2023 ഓട്ടോമാറ്റിക് ആണ്. ഇതിൻ്റെ ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഇത് ഓടി എത്ര കിലോമീറ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയോ? എനിക്കും അറിയത്തില്ല, ഞാനൊന്ന് നോക്കട്ടെ. ഇത് ശരിക്കും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. 2 കൊല്ലം പോലും പഴക്കമില്ല. പുതിയ വണ്ടി. അതായത് ഹോണ്ടയുടെ വാറണ്ടി തന്നെ മിക്കവാറും എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. ഹോണ്ടയുടെ വാറണ്ടി തന്നെ അവർക്ക് കാണും. ഇത് ശരിക്കും ഫസ്റ്റ് ഓണർ. നമ്മൾ പറഞ്ഞ ഹോണ്ട സിറ്റി ഫസ്റ്റ് ഓണറാണ്. ഈ കിടക്കുന്ന വണ്ടി ഫസ്റ്റ് ഓണർ, അതായത് ഒരൊറ്റ ഓണർ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നീ ഞെട്ടും. അതായത് 8.76 lakhs ആണ് കമ്പനി വിനിയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2-3 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ എടുത്ത് ഡിസ്കൗണ്ടാണ് പുതിയ വണ്ടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. EMI ഇടുകയാണെങ്കിൽ ഏതാണ്ട് 16,000 രൂപ മന്ത്ലി വരത്തുള്ളൂ. അത് 0 ഡൗൺ പേയ്മെൻറ്റിൻ്റെ കാൽക്കുലേഷനാണ്. ഡൗൺ പേയ്മെൻറ്റ് കുറച്ചുകൂടെ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ അകത്ത് വ്യത്യാസം വരും. ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഇവൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. ഓണം പ്രമാണിച്ച് ഇവർക്ക് കുറേയധികം ഇൻവെൻട്രീസ് വന്നിട്ടുണ്ട്. ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ Cars24. നമുക്ക് ഹോണ്ടയിൽ നിന്ന് മാറി എനിക്ക് പണ്ട് തൊട്ട് ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കില്ല, പാടാ BM ഒക്കെ എടുക്കുന്നതിന് നമുക്കൊരു വെർണയായിരുന്നു, ഓർക്കുന്നില്ല? നമ്മൾ കുറേ ട്രാവലൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ വെർണയുടെ കാര്യം ഇവനും ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്കൊരു വെന്യൂ, ഇവിടെ ഒരു നല്ല വെന്യൂ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സന്ദീപേടാ ഞാൻ പറഞ്ഞ വെന്യൂ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി 2022 മോഡലാണ്. ഇത് ഓടിയേക്കുന്നത് ഏതാണ്ട് 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണെന്നറിയോ? 8.32 lakhs ഉള്ളൂ.
8,32,000 എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പുത്തൻ വണ്ടി ഒരു 2-3 കൊല്ലം കൊണ്ട് ഒത്തിരി അധികം ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. ആ ഒരു ഡിപ്രീസിയേഷൻ കൃത്യമായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു യൂസിലേക്ക് പോകുമ്പോൾ. നിനക്കറിയാലോ നമ്മൾ എടുത്തിട്ടുള്ള സെലേറിയോ, നമ്മളെടുത്തിട്ടുള്ള 3 സീരീസ് എല്ലാം തന്നെ ഞാൻ എപ്പോഴും ഈ ഒരു 2-3 കൊല്ലം പഴക്കം ലോ കിലോമീറ്റർ കിടക്കുന്ന വണ്ടികളാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു നല്ല വണ്ടിയാണ് ഈ ഒരു ഇതും വരുന്നത്. ഇപ്പോൾ ഇവരുടെ എടുക്കുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഇത്രയും ചെക്ക് പോയിൻറ്റ്സും ഒക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇവർ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് ജസ്റ്റ് കയറി നോക്കിയാൽ തന്നെ നിനക്ക് മനസ്സിലാവും എത്രമാത്രം ക്ലീനാണെന്നുള്ളത്. അപ്പോൾ ഞാനും സന്ദീപ് ഇവിടെ തന്നെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ സന്ദീപ് പറയായിരുന്നു വെന്യൂ എപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. എന്താ സ്നേഹം കൂടിയ വണ്ടിയാണ്, കുറച്ച് സ്നേഹമുള്ള ആൾക്കാരോട് ഒരു പ്രത്യേക വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്. ഇത് ശരിക്കും IMT ആണ് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് ക്ലച്ചൊന്നും ചവിട്ടണ്ട, ക്ലച്ചില്ല വണ്ടിക്ക്, ക്ലച്ചില്ലാതെ ഗിയർ മാറാം. ഇത് IMT ടെക്നോളജി. നീ IMT ഓടിച്ചിട്ടുണ്ടോ? ഇല്ല, ഓടിച്ചിട്ടില്ല. ആണോ? എനിക്കിത് വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് IMT ആണ് ശരിക്കും ഇവൻ്റെ ഒരു ഗിയർ ബോക്സ് വരുന്നത്. ഓടിക്കുമ്പോൾ എനിക്ക് നല്ല ഭയങ്കര സ്മൂത്തായിട്ട് തോന്നിയിട്ടുണ്ട്. പാർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ട് ന്യൂട്രലിടണം, ന്യൂട്രലിട്ടും. ഇനിയിപ്പോൾ സന്ദീപും കൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ, അവൻ്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. അപ്പോൾ ആശാൻ ആദ്യം കേട്ടോ IMT ഓടിക്കും, നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ആദ്യം ഫസ്റ്റിലോട്ട് ഇട്ടോ, പതുക്കെ എടുത്താൽ മതി, ഒരു ധൃതിയില്ല. നീ സെക്കൻഡിലോട്ട് ഇട്ടേ, ക്ലച്ച് വിടണ്ട, നീ സെക്കൻഡിലോട്ട് ചുമ്മാ എടുത്തിട്ട്. കൊള്ളാം. ഒരു ഓക്വേർഡ് ഫീലിംഗ് ഇല്ലേ നമ്മൾ ക്ലച്ച് വിടാൻ പോകും? നമ്മുടെ കാലിപ്പോൾ ഇങ്ങനെ ചവിട്ടാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ടാവും. ഇഷ്ടപ്പെട്ടോ? ശരിക്കും ഇഷ്ടപ്പെട്ടോ? ശരിക്കും ഇഷ്ടപ്പെട്ടു. പുത്തൻ വണ്ടി പോലെ തന്നെ തോന്നില്ലേ? അതാണ് ഇത്. അത്രയും പൈസയും നമുക്ക് ലാഭമാവും. ഇനിയിപ്പോൾ നിങ്ങളിത് കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എത്ര രൂപയാണ് നിനക്ക് വ്യത്യാസം വരുന്നറിയാം. പുതിയ വണ്ടി കൊടുക്കുന്ന നഷ്ടമൊന്നും വരത്തില്ല. നമുക്ക് ശരിക്കും കൈൻഡ് ഓഫ് ഒരു കുഞ്ഞ് അസറ്റ് മേടിച്ചിരുന്ന പോലെ തന്നെ ആയിരിക്കും ഇതുപോലെ നല്ല കാറുകൾ എടുക്കണം എപ്പോഴും യൂസ് ചെയ്യുന്ന. അപ്പോൾ ഇവർ ഈ ചെക്ക് പോയിൻ്റൊക്കെ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്ലച്ച് താങ്ങാൻ വേണ്ട, മാനുവൽ ഓടിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. സുഖമായിട്ട് സ്മൂത്തായിട്ട് കൊണ്ടെടുക്കാൻ പറ്റും. മാത്രമല്ല ഗിയർ ബോക്സ് ഭയങ്കര സ്മൂത്താണ്. സ്റ്റിയറിംഗ് ആണെങ്കിലും നല്ല അടിപൊളിയാണ്. പിന്നെയും നല്ല വണ്ടിയാണ്. 1 ലിറ്ററാണ് വരുന്നത്. അടിപൊളി വണ്ടിയാണ്. കിലോമീറ്റർ എപ്പോഴും നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ലോ കിലോമീറ്ററുകൾ നോക്കുക. അതുപോലെ തന്നെ എന്താണ് പറയേണ്ടത്, ഒരു വാറണ്ടിയൊക്കെ കിടക്കുന്ന നല്ല അടുത്തുള്ള പുതിയ വണ്ടികൾ നോക്കുക. അതുപോലത്തെ ഫ്ലീറ്റാണ്. നണ്ടി കിടക്കുന്ന നിറച്ചും ഫ്ലീറ്റാണ്. ഞങ്ങളിപ്പോൾ 2-3 ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ചുമ്മാ നോക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് Cars24 ആപ്പിൽ കയറിയാൽ മതി. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓണം പ്രമാണിച്ച് കുറേയധികം ഇൻവെൻട്രി വന്നിട്ടുമുണ്ട്. ഓട്ടോമാറ്റിക് ഓടിച്ച് ശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് മാറത്തില്ല. അത് അങ്ങനെയാണ്. കുറച്ച് കാലത്തേക്കേ ഉള്ളൂ ഈ മാനുവലിനോടുള്ള പ്രീമിയം. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യാൻ പോകുന്നത് ഓട്ടോമാറ്റിക്കുകളായിരിക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ. എടാ ഇത് ശരിക്കും ഒരു പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടി ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇത് 2024 മോഡലാണ്. നമ്മുടെ കുഷാക്ക്, സ്കോഡയുടെ കുഷാക്ക്. ഇത് ഒത്തിരി അധികം ഫാൻസ് ഉണ്ട് കേട്ടോ. സ്കോഡയ്ക്ക് നല്ല രീതിയിൽ സെയിൽസ് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു മോഡലാണ് ഈ കുഷാക്ക് എന്ന് പറയുന്ന സാധനം. ഇത് 1 ലിറ്റർ മാനുവലാട്ടോ. നീ അല്ലേ പറഞ്ഞത് നിനക്ക് മാനുവലാണ് ഇഷ്ടം എന്നുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു, ഓഫ് കോഴ്സ് ഇത് ഫസ്റ്റ് ഓണർ ആയിരിക്കുമല്ലോ, ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പിന്നെ വെറും 7200 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 7200 കിലോമീറ്റർ മാത്രം. അത്രയും പുതിയ വണ്ടിയാണ് ഈ കിടക്കുന്നത് ഈ സാധനം എന്ന് പറയുന്നത്. ഇതിന് 10,49,000 ഇന്ത്യ കമ്പനി ചോദിക്കുന്നത്. അതായത് ഒരു 3 ലക്ഷം രൂപ അടുത്ത് 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡിസ്കൗണ്ട് വിത്തിൻ 1 ഇയർ. അപ്പോൾ നീ ഇനി സെല്ല് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പോലും നിനക്ക് ആ ഡിപ്രീസിയേഷൻ എഫക്ട് ചെയ്തില്ല. അപ്പം അങ്ങനെ വേണം എപ്പോഴും നമ്മൾ വെഹിക്കിൾസ് ചൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നിനക്ക് EMI ഇട്ട് എടുക്കുകയാണെങ്കിൽ നീ ഇപ്പോൾ 1 രൂപ പോലും ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നില്ലെന്ന് ഓർത്തോ, നിനക്ക് വരുന്ന ഏതാണ്ട് 19,000 സംതിങ് EMI വരത്തുള്ളൂ. അപ്പോൾ 19,000 രൂപ EMIക്ക് ശരിക്കും ഒരു പുത്തൻ കാർ, 6 കൊല്ലത്തെ EMI, ഒരു പുതിയ കാർ കിട്ടുന്ന പോലെ തന്നെയാണ് ഈ കുഷാക്ക് വരുന്നത്. അത്യാവശ്യം വേണ്ട ഫീച്ചറൊക്കെ ഉള്ള ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ്. ഇതിൻ്റെ സേഫ്റ്റി ഒക്കെ അടിപൊളിയാണ്. ഭയങ്കര സെറ്റാണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. നല്ല യാത്രാസുഖമുണ്ട്. നീ അകത്തൊക്കെ കയറി നോക്കി കഴിഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലാവും. ഇൻറ്റീരിയറൊക്കെ പക്ക പ്രീമിയം സാധനമാണ് ശരിക്കും ഇവന് വരുന്നത്. ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ആണോ? അടിപൊളിയാണോ? അടിപൊളി. ആരുടെ ഓടിച്ചത്? മാനേജർ ഒരു നമുക്കറിയുന്ന ഒരാളുടെ ഉണ്ട്. ആണോ? പുള്ളിക്ക് ഇഷ്ടമാണോ? ഹാപ്പി കസ്റ്റമർ ആണോ? നല്ല സാറ്റിസ്ഫൈഡ് ആള് ആണ്. പുള്ളിയോട് ചോദിച്ചാൽ ഇത്രയും വില കുറച്ച് വണ്ടി കിട്ടുമ്പോൾ അതായത് അത്രമാത്രം വ്യത്യാസം വരും. അതാണ് ഇവരുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ 4 വണ്ടികളും കണ്ടു. അപ്പോൾ അതിൽ സന്ദീപിന് ഒരെണ്ണം ഇഷ്ടം തോന്നിയിട്ടുണ്ട്. നിങ്ങളത് കമൻറ്റോടെ ചെയ്യുക. അത് 2 ഒന്നാണെന്ന് നമുക്ക് അതിനെ അങ്ങ് പൊക്കിയേക്കാം അല്ലേ? ലോണൊക്കെ പെട്ടെന്ന് കിട്ടത്തില്ലേ? എല്ലാം ഫാസ്റ്റായിട്ട് കിട്ടും. പുള്ളി ആ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ലോൺ മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് പുള്ളി സിമ്പിളാ. ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നീ ഫിഗോ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് ബോണസോടെ നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ല നിങ്ങളുടെ പേരൻസിനൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിളാണ്. നമുക്ക് പുറത്തിറങ്ങി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അതൊന്നെങ്കിൽ യാർഡിൽ വന്ന് ഇവിടെ കൊച്ചി ക്യാമ്പസിൽ വന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 120 കിലോമീറ്റർ അറൗണ്ട് ആയിട്ടുള്ള സറൗണ്ടിങ്സിലാണെങ്കിൽ ഹോം ടെസ്റ്റ് ഡ്രൈവും ചെയ്തു വിടും. അപ്പോൾ വീട്ടിൽ അപ്പനും അമ്മയ്ക്കൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇവർ കൊണ്ടുവന്ന് വണ്ടി കാണാനുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇപ്പോൾ ഓണായതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇവരിപ്പോൾ ഓണ സെലിബ്രേഷൻ മൂഡിലാണ്. അതുകൊണ്ട് തന്നെ വണ്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നല്ല പ്രൈസ്
അമേസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ ആ ആപ്പിൽ കയറി നോക്കി കഴിയുമ്പോഴത്തേ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണ് വണ്ടിയാണ് ഇവൻ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ നാച്ചുറൽ ആക്ടിങ് ജൂബിൻ. ഫ്രണ്ടിൽ നിന്ന് അങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ബാക്ക് ആൻഡ് സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത ആളാണ്. ജൂബിനെ എങ്ങനെ പറഞ്ഞേ? എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. ഒരു ഹായ് കൊടുക്കുക, പറ എങ്ങനെയുണ്ട് വണ്ടികൾ, എങ്ങനെയുണ്ട് പറ. നിനക്കിതിൽ ഏത് വണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറ. അല്ല, കണ്ടിട്ട് ഏതാ ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? അങ്ങോട്ട് നോക്കാം, അവിടെ ക്യാമറ, നിന്റെ ബാക്കല്ലേ ഫ്രണ്ടാ കാണിക്കട്ടെ. വെന്യൂ ഇഷ്ടപ്പെട്ടോ? വെന്യാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആ ഹോണ്ട സിറ്റി എടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാല്യൂ, 4.5 ലക്ഷം രൂപയേ ഉള്ളൂ. അടിപൊളി വണ്ടിയാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഓട്ടോമാറ്റിക് ഒക്കെ വേണമെങ്കിൽ അമേസ് ഉണ്ട്, എല്ലാം തന്നെ നല്ല വണ്ടികളാണ്. അപ്പോൾ നിങ്ങൾ ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പം മറ്റേ മുണ്ടക്കൽ ശേഖരൻ അല്ല എന്നാ എൻ്റെ മുണ്ടക്കൽ ശേഖരൻ മുണ്ട് മുടക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ട മുണ്ടുമൊക്കെ മടക്കി. അപ്പോൾ ബൈ, ഒരു ബൈ കൊടുക്കും ഇവനെ. നിനക്ക് മുണ്ടുണ്ടോടെ മുടക്കാൻ?